ശ്രീരാമജയം. നമസ്കാരം. ഇരുൾ മൂടിയ വാനവും കനത്ത പേമാരിയും കൊണ്ട് മനുഷ്യൻ ദുരിതകയങ്ങളിൽ നട്ടം തിരിയുമ്പോൾ പുണ്യകർമ്മങ്ങളാൽ സാധനവും ഒരു നല്ല നാളേക്കുള്ള കാത്തിരിപ്പുമായി കർക്കിടക മാസം വന്നു ചേർന്നു. ശകവർഷപ്രകാരം കർക്കിടകത്തെ ആഷാഢമാസമായി കരുതിപ്പോരുന്നു. ജ്യോതിഷത്തിൽ കാലപുരുഷന്റെ ഹൃദയസ്ഥാനമാണ് വരാഹമിഹിരൻ കർക്കിടകത്തിന് നൽകിയത്. ജലരാശിയും ചരരാശിയുമായ കർക്കിടകം ജ്യോതിഷത്തിലെ രാശിചക്രത്തിൻ്റെ 4ാം രാശിയായി ഗണിക്കുന്നു. ഞണ്ടിൻ്റെ ആകൃതിയാണ് കർക്കിടക രാശിക്കുള്ളത്. വിശ്വാസമഹിമയേറുന്ന ഒട്ടേറെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കർക്കിടക മാസം സാക്ഷ്യം വഹിക്കുന്നു. പിതൃപ്രീതികരമായ കർക്കിടവാവ്, കർക്കിടത്തെയ്യം, നാലമ്പല ദർശനം, നിറപ്പുത്തിരി ആഘോഷങ്ങൾ എന്നിവ കർക്കിടകത്തിലെ മഹത്വം പകരുന്നു. കാലചക്രത്തിൻ്റെ ഭ്രമണപഥത്തിൽ ശ്രീരാമകഥയുടെ അകംപൊരുളുകളിലൂടെ രാമായണ മാസമായി കർക്കിടകം പവിത്രത നേടുകയാണ്. മാനുഷനല്ല രാമൻ, സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് എന്ന് രാമായണത്തിൽ ആദ്യ കവിയും ആധ്യാത്മിക രാമായണത്തിൻ്റെ ഭാഷാപിതാവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സഹജീവജാലങ്ങളോടുള്ള മമതയും സ്നേഹവും പ്രതിബദ്ധതയുമാണ് ആദ്യ കാവ്യമായ രാമായണ രചന തയ്യാറാക്കിയതെങ്കിൽ ഭക്തിയുടെ ഭാവവും കിളിപ്പാട്ടിൻ്റെ സൗന്ദര്യവും കൂടി ചേർത്താണ് മലയാള ഭാഷാ പിതാവായ തുഞ്ചത്താചാര്യൻ ആധ്യാത്മിക രാമായണം നൽകിയത്. അയോധ്യയിലെ രാംലല്ല. ഭാരതത്തിൻ്റെ ചരിത്ര കേന്ദ്രഭൂമിയായ രാമജന്മഭൂമിയെ മാറോടണച്ച് ഒഴുകുന്ന സരയൂ നദിയുടെ തീരത്താണ് രാമൻ്റെ ജന്മഗൃഹമായ അയോധ്യ. ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ഭാരതീയ പൈതൃക സമ്പത്താണ്. ഭഗവാൻ ശ്രീരാമൻ്റെ ബാല്യ രൂപമാണ് 5 വയസ്സ് ശ്രീകോവിൽ പേഷ്ടിച്ചിരിക്കുന്നത്. ശ്രീരാമൻ്റെ ജന്മഭൂമി ആയതുകൊണ്ടാണ് ബാലരൂപത്തിൽ പ്രതിഷ്ഠ ചെയ്തത്. രാംലല്ലേ ലല്ല എന്നത് ശിശുവിനെ സസ്നേഹപൂർവം അഭിസംബോധന ചെയ്യുന്ന പേരാണ് ലല്ല. ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രമുള്ളത് 90 ഏക്കർ സ്ഥലത്താണ്. ചന്ദ്രകാന്ത് പുരയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രം പണിതിരുന്നത്. സരയൂ നദി ഹിമാലയത്തിലെ മാനസരോവരിൽ നിന്ന് ഉത്ഭവിച്ച് യുപിയിലൂടെ ഒഴുകി ബീഹാറിൽ വെച്ച് ഗംഗയിൽ ലയിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ് പുണ്യഭൂമിയായ അയോധ്യ. ഭൂകമ്പത്തെ ചെറുക്കാൻ കഴിവുള്ള പൈതൃക വാസ്തുവിദ്യയാണ് നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയത്. ക്ഷേത്ര കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് ഒരു ദിവസം 70,000 സന്ദർശകരെ സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം വസ്ത്രങ്ങൾ രാംദൾ അയോധ്യ അധ്യക്ഷൻ കൽക്കി രാംദാസ് മഹാരാജാവാണ് സമർപ്പിച്ചിരിക്കുന്നത്. രാംലല്ലയുടെ വസ്ത്രാലങ്കാരം ഓരോ ദിവസവും ഓരോ നിറത്തിലാണ്. തിങ്കളാഴ്ച വെള്ള, ചൊവ്വാഴ്ച ചുവപ്പ്, ബുധനാഴ്ച പച്ച, വ്യാഴാഴ്ച മഞ്ഞ, വെള്ളിയാഴ്ച ക്രീം, ശനിയാഴ്ച നീല, ഞായറാഴ്ച പിങ്ക് എന്നീ ഉടയാടങ്ങൾ ചാർത്തി ഭക്തർക്ക് ദർശനം നൽകുന്നു. വിഗ്രഹത്തിൻ്റെ ഹൃദയഭാഗത്ത് വലിയ മാണിക്യവും വജ്രവും കൊണ്ട് അലങ്കരിച്ച കൗസ്തുഭമണിയുണ്ട്. കർണാടകത്തിലെ പ്രശസ്ത ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ സൃഷ്ടിച്ച രാംലല്ലയുടെ ദിവ്യസ്വരൂപം 51 ഇഞ്ച് ഉയരത്തിലും 200 ഗ്രാം ഭാരത്തിലുമാണ്. ശ്രീ ഹനുമത് ആധ്യാത്മിക കേന്ദ്ര സ്ഥാപകൻ ബ്രഹ്മശ്രീ ഡോക്ടർ അന്നദാന ചിദംബര ശാസ്ത്രികൾ നിർമ്മിച്ച മഹായന്ത്രം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിലെ ശ്രീരാമ വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ചു. രാമമന്ത്രം മറ്റ് വേദശ്ലോകങ്ങളും സംസ്കൃതത്തിൽ യന്ത്രത്തിൽ എഴുതി 9 വർഷക്കാലം 6.5 കോടിയിലധികം മന്ത്രജപം നടത്തി ഒരു വലിയ ശക്തിയാക്കി മാറ്റിയ ഈ മഹായന്ത്രം
രാംലല്ലയുടെ ചൈതന്യത്തെ പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിക്കാനുള്ളതാണ്. രാമേശ്വരത്തെ 22 ക്ഷേത്രങ്ങളിൽ നിന്ന് ശേഖരിച്ച പുണ്യതീർത്ഥങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ എത്തിച്ചു. വിവിധ ഔഷധക്കൂട്ടുകൾ ചേർത്ത 144 കുടം വെള്ളം ഉപയോഗിച്ച് വിഗ്രഹത്തിൽ കലശം നടത്തി. പ്രധാനമന്ത്രി 2024 ജനുവരി 22 വ്രതാനുഷ്ഠാനങ്ങളോടെ അഭിജിത്ത് മുഹൂർത്തത്തിൽ അസ്ത്രമന്ത്രവും മൂലമന്ത്രങ്ങളും പ്രാണനും ജപിച്ച് വിഗ്രഹത്തെ പ്രാണപ്രതിഷ്ഠ നടത്തി. സൂര്യരശ്മികൾ നേരിട്ട് നെറ്റിയിൽ പതിക്കുന്ന സമയം നോക്കിയാണ് ശ്രീരാമന് പ്രാണപ്രതിഷ്ഠ ചെയ്തത്. രാമാനന്ദാചാര്യ സ്വാമി, രാമഭദ്രാചാര്യ, ഉടുപ്പി മഠം ട്രസ്റ്റി വിശ്വപ്രസന്നജി, സത്യനാരായണദാസ്ജി, പ്രധാന പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ്, 10 പൂജാരിമാരും 128 സാമവേദ പാരായണ ബ്രാഹ്മണരും 500 സന്യാസികളും 3000-ലധികം ഭക്തരും ഈ പുണ്യനിമിഷത്തിന് സാക്ഷിയായി. രാംലല്ലയുടെ വിഗ്രഹം അനാച്ഛാദനം ചെയ്തതിന് പിന്നാലെ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര പരിസരത്ത് ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടിയിലൂടെ പ്രപഞ്ചത്തെയും മഹാദേവനെയും ഗുരുക്കന്മാരെയും ക്ഷേത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ട വ്യക്തികളെയും ഭക്തരെയും ഭാരത പൈതൃകത്തെയും ആദരിച്ചുകൊണ്ട് മഹാചരിത്രം നിലയുറച്ചു. അതിനുശേഷം ഓം ശ്രീ ജയറാം, ജയ ജയറാം എന്ന് ഉരുവിട്ടതിന് ശേഷമാണ് പ്രസാദം കഴിച്ച് ഭക്തർ സായുജ്യമടഞ്ഞത്. എല്ലാ ദേവഗണങ്ങൾക്കുള്ള പ്രാർത്ഥനകളാണ് പ്രതിഷ്ഠയ്ക്ക് മുന്നേ നടത്തിയിരുന്നത്. ഇപ്പോൾ തൻ്റെ ശക്തിയായ സീതയോടൊത്ത് ശ്രീരാമൻ വസിക്കുന്നു. കാവ്യരൂപത്തിൽ ഉടലെടുത്ത ആദ്യ കൃതിയായ രാമായണത്തെ അതിന് രൂപം നൽകിയ വാൽമീകി മഹർഷിയെയും ആദ്യ കാവ്യത്തെയും ആദ്യ കവിയെയും കർക്കിടക മാസത്തിൽ ഹിന്ദുമത വിശ്വാസികളായ മാലോകർ വാഴ്ത്തുന്നു. പരമപവിത്രമായ രാമകഥയെയും അതിൻ്റെ രചന നിർവഹിച്ച ഗുരുജനങ്ങളെയും വന്ദിച്ച് നമുക്ക് ഏവർക്കും രാമകഥ മനസ്സിരുത്തി ചൊല്ലാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. നിങ്ങൾ നിസ്സഹായം എന്ന് ആരും കരുതണ്ട, ആരും നിങ്ങൾക്ക് രക്ഷകനായി എത്തില്ലെന്നും കരുതണ്ട. സർവരും നിങ്ങളെ കൈവെടിഞ്ഞാലും ഈശ്വരനിലാണ് നിങ്ങൾ അഭയം തേടിയതെങ്കിൽ ഭഗവാൻ നിങ്ങളെ കൈവെടുകയില്ല എന്നാണ് രാമായണത്തിലെ സന്ദേശവാക്യം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.